സർക്യൂട്ട്സിൽ സ്റ്റാർ കണക്റ്റഡ് അല്ല ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോഡ് സിസ്റ്റമാണ്. 400 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ ആണ്. ഡെൽറ്റ കണക്റ്റഡ് ആണ്. നമ്മൾ ഡെൽറ്റ കണക്റ്റഡിൽ ആദ്യത്തെ പ്രോബ്ലം ആണ്. ഈച്ച് ഫേസിലും ഓരോ ഫേസിലും 25 ഓമും 0.12 ഹെൻറി ഇൻഡക്ടറും ഒരു കപ്പാസിറ്റർ 120 മൈക്രോ ഫാരഡയും ഒക്കെ ഉണ്ട്. എന്നിട്ട് ലൈൻ കറണ്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്റ്റീവ് പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പിഡൻസ് കാണാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ആകുമ്പോൾ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജും തുല്യമാണ്. 400 വോൾട്ടാണ് 400 വോൾട്ടാണ് ഫേസ് വോൾട്ടേജ് ആയാലും ലൈൻ വോൾട്ടേജ് ആയാലും. ഇൻഡക്ടർ എന്ന് പറയുന്നത് 0.15 ഹെൻറിയാണ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 120 മൈക്രോ ഫാരഡയാണ്. 120 മൈക്രോ ഫാരഡയാണ്. അപ്പോൾ 120 ഇൻറ്റു 10⁻⁻6 വരും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25ആണ്. കപ്പാസിറ്റർ കൊണ്ടും ഇൻഡക്ടർ കൊണ്ടും ഡയറക്റ്റ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആക്കി മാറ്റണം. 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 120 ഇൻറ്റു 10⁻⁻6 26.54. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2/FL ആണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 0.15 എന്ന് പറഞ്ഞാൽ 47.1. ഇവിടെ കൂടുതലുള്ള ഇൻഡക്റ്റീവ് ആണ്. ലാഗ് ആണ് ടോട്ടൽ സർക്യൂട്ട് വരിക. അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 47.1 നിന്ന് 26.54 കുറച്ചാൽ 20.56 ആണ്. ഇമ്പിഡൻസ് കാണാൻ ഒരു ഫേസിൻ്റെ ഇമ്പിഡൻസ് കാണാൻ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഫേസിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫേസിൽ മാത്രമേ ഒരു വാല്യൂ കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് മറ്റേ ഫേസിലേക്ക്. പിന്നെ കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് വെച്ച് മാത്രമേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. √25² പ്ലസ് 22.56ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 32.37 ഓമാണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് ആണ്. 400 ഡിവൈഡഡ് ബൈ 32.37 എന്ന് പറഞ്ഞാൽ 12.357 ആണ്. ലൈൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കറണ്ടിൻ്റെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 1.732 ഇൻറ്റു 12.357 എന്ന് പറഞ്ഞാൽ 21.4 ആംബിയർ ആണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ R/Z ആണ്. R എന്ന് പറഞ്ഞാൽ 25ആണ്. 25/32.37 എന്ന് പറഞ്ഞാൽ 0.772 ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടിയത് കൊണ്ട് തന്നെ ലാഗിങ് ആണ്. അവിടെ എഴുതിയിട്ടുണ്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡോമിനേറ്റഡ് ആണ്. പവർ എന്ന് പറഞ്ഞാൽ √3 VL/IL കോസ് തീറ്റയാണ്. √3 എന്ന് പറഞ്ഞാൽ 1.732 ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 400 ആണ്. ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ 21.4 ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 0.772 ആണ്. 11.466 കിലോ വാട്ടാണ്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 VL/IL സൈൻ തീറ്റയാണ്. √3 ഇൻറ്റു 400 ഇൻറ്റു 21.4 0.636 ആണ്. 9.43 kVAR ലാഗിങ് ആണ്. വോൾട്ട് ആംബിയറിനെ പറഞ്ഞ പേരാണ് VA അല്ലെങ്കിൽ SA എന്ന് റെപ്രസെൻ്റ് ചെയ്യും. √3 ഇൻറ്റു VL/IL ആണ്. 1.732 ഇൻറ്റു 400 ഇൻറ്റു 21.4 ആണ്. 14.83 കിലോ വോൾട്ട് ആംബിയർ ആണ്. ആ വാല്യൂവിന് 1000 കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് കിലോ വോൾട്ട് ആംബിയർ ആവുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം 14.83 ആണെങ്കിൽ 1000 കൊണ്ട് ഗുണിച്ചാൽ വാല്യൂ ആയിരിക്കും വരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.